PSG ഇന്റർ മിലാനെ തകർത്തുകൊണ്ട് അവരവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ UCL ട്രോഫി അങ്ങോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. UCL ഫൈനലിലെ ഏറ്റവും വലിയൊരു വിജയമായിട്ടുള്ള 5-0 എന്നുള്ളൊരു സ്കോറിനാണ് PSG ഇന്റർ മിലാനെ തകർത്ത് വിട്ടത്. 1970 PSG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം ഫോം ചെയ്തത്. 2011 അറബ് ഓണർഷിപ്പ് വന്നതിന് ശേഷം PSG കാശ് എറിയായിരുന്നു അവർ ഈ ഒരു UCL ട്രോഫിക്ക് വേണ്ടി. അവർക്ക് എങ്ങനെയെങ്കിലും യൂറോപ്പിൽ ചാമ്പ്യൻസ് ആവണം. നമുക്കറിയാം നെയ്മർ, മെസ്സി, ഇബ്രാഹിമോവിച്ച്, എംബാപ്പെ, കവാനി, ഡിമരിയ ഇതുപോലത്തെ പല ലെജൻസും വന്നു പോയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു PSG വേണ്ടി ഒരു UCL ട്രോഫി സ്വന്തമാക്കുക എന്നുള്ളത്. പിന്നെ അവരൊരു പ്രോപ്പർ ലൂയിസ് എൻറിക്കെ എന്ന് പറഞ്ഞുള്ള ഒരു കോച്ചിനെ കൊണ്ടുവന്നു. ആ ഒരു കോച്ചിൻ്റെ അണ്ടറിൽ പ്രോപ്പറായിട്ടൊരു ടീം ബിൽഡ് ചെയ്തെടുത്തു. ആ ഒരു ടീമിൻ്റെ അണ്ടറിൽ അവർ ഫസ്റ്റ് UCL ട്രോഫി വിൻ ചെയ്യുകയും ചെയ്തു. ഈ ഒരു UCL ഫൈനലിലെ ഇന്റർ മിലാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെത്തറ്റിക്കാണ് അവരുടെ അവസ്ഥ. 5 ഗോൾ അവർ കൺസീഡ് ചെയ്തിട്ട് അവർക്ക് ആകെ 2 ഷോട്ട് മാത്രം അവർക്ക് ഓൺ ടാർഗറ്റിലോട്ട് അടിക്കാൻ പറ്റിയിട്ടുള്ളൂ. വളരെ നമുക്കറിയാം ബാഴ്സലോണയ്ക്കെതിരെയുള്ള ഒരു ഇന്റർ മിലാനൊക്കെ പുലിയായിരുന്നു. PSG-ക്കെതിരെ വന്നപ്പോൾ അവർ പൂച്ചയായി പോയി. കംപ്ലീറ്റ് ഈ ഒരു മാച്ചിൽ PSG-യുടെ ആധിപത്യമായിരുന്നു. അങ്ങനെ അവരുടെ ഫസ്റ്റ് UCL ട്രോഫി വിൻ ചെയ്യുകയും ചെയ്തു. 2025 ഈ ഒരു ബ്യൂട്ടിഫുൾ പല വർഷങ്ങൾക്ക് ശേഷം പല ടീമും ട്രോഫി നേടുന്നത് PSG അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്.